പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിലെ ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി വീഡിയോകൾ ചെയ്തിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ പ്രതിപക്ഷത്തിലൂടെ. ഒരിക്കൽ ഹൈക്കോടതിയിലെ ന്യായാധിപനുമായി ബന്ധപ്പെട്ട് ചെയ്ത ഒരു കേസിൽ കോടതിയലക്ഷ്യ നടപടികൾ പോലും നേരിടേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്. ഞാൻ ഈ കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, കേരളത്തിലെ ഹൈക്കോടതിക്ക് ശ്രീമാൻ പിണറായി വിജയനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകൾ വരുമ്പോൾ ഒരു ചെറിയ ഭയപ്പാട് അവരെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയം ഉണ്ട് എന്നുള്ളതാണ്. അത് ഞാൻ കാര്യകാരണ സഹിതമാണ് അതിനെക്കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാനന്ന് പറഞ്ഞ എനിക്ക് ഓർക്കുന്നു, 2007 ലാവ്ലിൻ കേസിൽ പിണറായി വിജയൻ പങ്കാളിയാണ്. ലാവ്ലിൻ കേസിൽ CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞ ഒരു വിധി വന്നതിനെ തുടർന്ന് 2007 ശേഷം ഇങ്ങനെ 2025 വരെ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട ഒരു കേസ് പോലും ഇച്ഛാശക്തിയോടുകൂടി പിണറായി വിജയനോ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ കുടുംബാംഗങ്ങളോ പങ്കെടുക്കുന്ന ബന്ധമുണ്ടെന്ന് ആരോപണം ഉന്നയിച്ചിട്ടുള്ള ഒരു കേസിലും ഇച്ഛാശക്തിയോടുകൂടി ഒരു നിലപാടെടുക്കാൻ കേരള ഹൈക്കോടതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വിമർശനപരമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ ആദ്യം പറഞ്ഞത് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ലാവ്ലിൻ കേസിൽ 2013 പിണറായി വിജയനെ കുറ്റമുക്തനാക്കിക്കൊണ്ട് CBIയുടെ തിരുവനന്തപുരം കോടതിയുടെ ഒരു വിധി വന്നു. 2017 വരെ എന്താണ് 5 or 6 ജഡ്ജിമാരാണ് ഹൈക്കോടതിയിൽ ഈ ലാവ്ലിൻ കേസ് കേൾക്കുന്നതിൽ നിന്ന് ഒരു കാരണവുമില്ലാതെ പിന്മാറിയത് എന്നതിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ന്യായാധിപന്മാരെ ഇംപീച്ച് ചെയ്യണമെന്നും പറഞ്ഞിട്ട് പ്രഗത്ഭ അഭിഭാഷകനായിട്ടുള്ള VR കൃഷ്ണയ്യർ കത്തെഴുതിയതിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോഴത്തെ ഹൈക്കോടതി നമ്മൾ നോക്കിയാൽ പിണറായി വിജയനും കുടുംബാംഗങ്ങളുമൊക്കെ ബന്ധപ്പെട്ട കേസുകൾ വരുമ്പോൾ ഹൈക്കോടതിക്ക് എന്തോ കൈവിറയ്ക്കുന്നത് പോലെ തോന്നുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ ഉൾപ്പെടെ പങ്കെടുത്തു എന്ന ആരോപണം ഉന്നയിച്ചിട്ടുള്ള മാസപ്പടി കേസ് വരുമ്പോൾ ഹൈക്കോടതി ഇങ്ങനെ തട്ടി കളിക്കും. ഞാൻ ആ ന്യായാധിപന്മാരുടെ പേര് പറയുന്നില്ല. ഒരു ബെഞ്ചിൻ്റെ മുന്നിൽ വന്നാൽ ആ ബെഞ്ച് അപ്പുറത്തേക്ക് തട്ടും. ആദ്യം ആ ബെഞ്ച് സമയം നീട്ടും, പിന്നെ തട്ടിക്കളിച്ച് വേറൊരു ബെഞ്ചിൻ്റെ മുമ്പിലേക്ക് എന്നാൽ ആ ബെഞ്ചും സമയം നീട്ടും. അങ്ങനെ തട്ടി കളിക്കുന്നതിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മാസപ്പടി കേസ് CBI അന്വേഷിക്കണമെന്നും പറഞ്ഞിട്ടൊരു കേസ് ഹൈക്കോടതിയിൽ വന്നപ്പോൾ അതിലൊരു 2-3 ന്യായാധിപന്മാർ അങ്ങോട്ട് മാറിപ്പോയതിനെ കുറിച്ചിട്ടൊക്കെ തന്നെ ഞാൻ സൂചിപ്പിച്ചു. അപ്പോൾ കാര്യകാരണ സഹിതമാണ് പിണറായി വിജയനുമായി ബന്ധപ്പെട്ട കേസ് വരുമ്പോൾ കേരള ഹൈക്കോടതിക്ക് കൈവിറയ്ക്കുന്നുണ്ടോ എന്നൊരു സംശയം ഞാൻ ഉന്നയിച്ചിട്ടുള്ളത്. സുഹൃത്തുക്കളെ, എന്നാൽ കഴിഞ്ഞ കുറച്ചാഴ്ചകളായി ഹൈക്കോടതിക്ക് ആ വിറയലൊന്നും മാറിയിട്ടുണ്ടോ എന്നുള്ള സംശയം എന്നെ ബാധിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ 1-2 ആഴ്ചക്കാലമായി നടന്ന സംഭവവികാസങ്ങൾ ഹൈക്കോടതിക്കൊരൽപ്പം ധൈര്യം അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. ഹൈക്കോടതിയുടെ ഒരു ധൈര്യക്കുറവ് വിശാലമായി പറഞ്ഞാൽ സെപ്റ്റംബർ മുതൽ തന്നെ മാറിയിട്ടുണ്ടോ എന്ന് ഇപ്പം നമുക്ക് വേണമെങ്കിൽ സംശയിക്കാം. കാരണം സെപ്റ്റംബർ മുതലാണ് ശബരിമലയിലെ പെരുങ്കൊള്ള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് എടുക്കാൻ തുടങ്ങിയത്. അത് പിന്നെ ഇങ്ങോട്ട് എടുത്തു വന്ന് നമ്മളത് കണ്ടല്ലോ. 7 ഉത്തരവുകൾ പുറപ്പെടുവിച്ചു, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചു, അതിനകത്ത് ആളുകളുടെ പേരുകൾ തീരുമാനിച്ചു, അവരോട് അന്വേഷിക്കാൻ പറഞ്ഞു. ആ നിലയിൽ ഹൈക്കോടതി ആ കാര്യത്തിൽ ഒരു ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിക്കുന്നത് നമ്മൾ ഏതാണ്ട് സെപ്റ്റംബർ മുതൽ കണ്ടു. ഈ പിണറായി വിജയനെതിരെ നല്ല ഈ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ദേവസ്വം ബോർഡിൻ്റെ 2 മുൻ പ്രസിഡന്റുമാർ മാസങ്ങളായി ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. അതിനുശേഷം ഇച്ചിരി മന്ദീഭവിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഇച്ഛാശക്തിയോടുകൂടിയുള്ള ആർജവമുള്ള നിലപാടുകളാണ് ഉണ്ടായിപ്പോകുന്നത് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ചെറിയൊരു മാറ്റം ഏതാണ്ട് സെപ്റ്റംബർ മുതൽ തന്നെ നമ്മൾ കണ്ടു തുടങ്ങി. അത് കഴിഞ്ഞ് കുറച്ചിങ്ങോട്ട് വന്നപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചു? പിന്നെയും പിണറായി വിജയനെ കണ്ട വിറയ്ക്കുന്ന ഒരു സ്ഥിതി വന്നു. അതെന്താണ്? EDയുടെ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോഴാണ്. അത് കുറച്ച് വിശദമായിട്ടൊന്നും പറയണം. ഞാൻ അതിൻ്റെ ന്യായാധിപൻ്റെ പേര് ഞാൻ പറയുന്നില്ല. ന്യായാധിപനെതിരെ നേരത്തെ ഞാൻ ചെയ്തിട്ടുള്ളതാണ്, ഇപ്പം ഞാൻ ആ പേര് പറയുന്നില്ല. അതായത് ഈ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് തോമസ് ഐസക്കിന് ഏതാണ്ട് 1.5 വർഷങ്ങൾക്ക് മുമ്പ് ED ഒരു സമൻസ് അയച്ചു. സമൻസ് അയക്കുന്ന വലിയ വലിയ കുറ്റമാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. സമൻസ് അയച്ചാൽ പോയി അതിന് മുമ്പിൽ ഹാജരാകുക അത്രേ ഉള്ളൂ. അതാരായാലും അങ്ങനെയാണ് ചെയ്തു. പക്ഷേ തോമസ് ഐസക്ക് അതിനെതിരെ ഹൈക്കോടതി ചെന്നു. തോമസ് ഐസക്കിനേക്കാൾ താല്പര്യം ഹൈക്കോടതിക്ക് എന്തിന്?
തോമസ് ഐസക്ക് അവിടെ ഹാജരാകാൻ ഹൈക്കോടതി സമ്മതിക്കില്ല. എങ്ങനെയുണ്ട്? ഞാൻ അതിനകത്തുള്ള ജഡ്ജിമാരുടെ ഒന്നും പേരുകളൊന്നും ഞാൻ പറയുന്നില്ല. കേൾക്കുന്ന ജഡ്ജിമാർക്കറിയാം ഏത് ജഡ്ജിയാണ് ഉദ്ദേശിച്ചത്. അവരെ ഒരു 2-3 ജഡ്ജിമാർ ആവർത്തിച്ച് പറയുകയാണ് സമൻസ് അയക്കുമ്പം തോമസ് ഐസക്ക് പോകേണ്ടത്. തോമസ് ഐസക്കാരാ എന്തെങ്കിലും സൂപ്പർ നാച്ചുറൽ പവറുള്ള എന്തെങ്കിലും ആളാണ്? ഒരു സമൻസല്ലേ അയച്ചിട്ടുള്ളത്. ഒരു സമൻസ് അയക്കുമ്പോൾ അവിടെ ചെന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ. പക്ഷേ തോമസ് ഐസക്കിനേക്കാൾ താല്പര്യം 1-2 ജഡ്ജിമാർക്ക് അവർ സമൻസ് അയക്കുമ്പോൾ ഹാജരാകാൻ പോലും സമ്മതിക്കുന്നില്ല. എനിക്കത് മനസ്സിലാവുന്നില്ല. എന്താണ് ഈ ജഡ്ജിമാർക്ക് ഇത്രയും വലിയ താല്പര്യമൊന്നും? അവിടെ ED സമൻസ് അയച്ച് ജയിലിൽ പിടിച്ചിട്ടു 4 മാസം ഡൽഹി മുഖ്യമന്ത്രിയെ മനീഷ് സിസോദിയെ വർഷങ്ങളോളം ED ജയിലിൽ പിടിച്ചിട്ടു. എത്രയോ പേര്, ഹേമന്ത് സോറൻ ഉൾപ്പെടെ എത്രയോ പേരെ, സെന്തിൽ എന്തോ എന്നൊക്കെ പറഞ്ഞിട്ട് എത്രയോ പേരെ പിടിച്ച് ജയിലിലിട്ടു. ഇവിടെ ജയിലിലിടലൊന്നുമല്ല, ഇവിടെ ED സമൻസ് അയക്കുകയാണ് ചെയ്തിട്ടുള്ള സുഹൃത്തുക്കൾ. ആ സമൻസ് അയച്ച ഹാജരാകാൻ പോലും ജഡ്ജിമാർ സമ്മതിക്കില്ല. എങ്ങനെയുണ്ട്? അവസാനം 3 വർഷത്തെ അന്വേഷണത്തിന് ശേഷം ഈ EDയുമായി ബന്ധപ്പെട്ട് മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയിൽ അവർ റിപ്പോർട്ട് സമർപ്പിച്ചു. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഒരു കാരണം കാണിക്കൽ നോട്ടീസ് തോമസ് ഐസക്കിനും മുഖ്യമന്ത്രിക്കും ഒക്കെ അയച്ചു. സ്വാഭാവികമായി അതിന് അവരവിടെ മറുപടി കൊടുത്തച്ചാൽ മതി. അതിനെന്ത് മറുപടിയാണോ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്കിലാണോ കൊടുക്കേണ്ടത്? പക്ഷേ ഇവിടുത്തെ ഒരു ജഡ്ജ്, പേര് ഞാൻ പറയുന്നില്ല, അയാൾക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അയാൾ എന്ത് ചെയ്തു? അതങ്ങ് സ്റ്റേ ചെയ്തു. സിംഗിൾ ബെഞ്ച് ഒരു ജഡ്ജി അങ്ങ് സ്റ്റേ ചെയ്ത ജഡ്ജി ആരാണെന്നുള്ളത് ബന്ധപ്പെട്ടവർ അറിഞ്ഞാൽ മതി. ഞാൻ അതിൻ്റെ പേരിലേക്ക് പോകുന്നില്ല. എന്തൊരു ബോറാണ് ഈ പണി. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിട്ടുണ്ടെങ്കിൽ ആ കാരണം കാണിക്കൽ നോട്ടീസ് ഇതിനെതിരായിട്ടുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയും തോമസ് ഐസക്കും അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ മുന്നിൽ, ഇവിടുത്തെ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് പറയാം പറ്റില്ല, വേണ്ട, സമ്മതിക്കില്ല ഞങ്ങൾ. മനസ്സിലാവുന്നില്ല. പക്ഷേ ഹൈക്കോടതിയുടെ ഒരു ദേവസ്വം ബെഞ്ച് എന്ത് ചെയ്തു? ആ സിംഗിൾ ബെഞ്ചിനെ എടുത്ത് ചോദിച്ചോട്ടെ ദൂരെ കളഞ്ഞു. അവർ സ്റ്റേ ചെയ്തു. മുഖ്യമന്ത്രിയും പിണറായി വിജയനും അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ മുന്നിൽ ഹാജരാവേണ്ടെന്നുള്ള അത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് എടുത്ത് ചവറ്റുകൊട്ടെ കളഞ്ഞു. അപ്പോൾ ചെറിയൊരു മാറ്റം അവിടെ പിന്നെയും കണ്ടു. ആ സിംഗിൾ ബെഞ്ചിന് ഒരു മെസ്സേജ് കൊടുത്തു, വേണ്ട, ഈ പണി വേണ്ട, ഇനി പിണറായി വിജയനൊന്നും ന്യായീകരിക്കാൻ നിൽക്കേണ്ട എന്നൊരു മെസ്സേജ് കൊടുത്തു. അത് കഴിഞ്ഞ് ബ്രൂവറിയുമായി ബന്ധപ്പെട്ടൊരു വിധി വന്നു. ആ വിധിയിലും ബ്രൂവറിയൊന്നും വേണ്ട എന്നുള്ള അസന്ദിഗ്ധമായിട്ടുള്ള നിലപാട് ഹൈക്കോടതി എടുത്തു. അതിനുശേഷം ശബരിമലയിൽ ഭൂമി ഏറ്റെടുത്തുമായി ബന്ധപ്പെട്ടു വന്നു. 1000 ഏക്കർ മതി, 2000 ഏക്കർ എടുത്തു എന്ന് ചോദിച്ചു. എന്തിനാണ് 2000 ഏക്കർ എന്ന് ചോദിച്ചു. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാവുന്നത് ഹൈക്കോടതിക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു വിറയൽ അതൊന്നും മാറിയിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് എനിക്ക് ഹൈക്കോടതിയോട് അവസാനമായിട്ട് സൂചിപ്പിക്കാനുള്ള ഇത്രയേ ഉള്ളൂ. പിണറായി വിജയൻ ആരാണെന്ന്, പിണറായി വിജയനെ വേണ്ടാന്ന് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ജനങ്ങളൊരു ഫിറ്റിംഗ് റിപ്ലൈ പിണറായി വിജയന് കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് ഹൈക്കോടതി ഇനി ഒന്നും പേടിക്കണ്ട. ഹൈക്കോടതിയുടെ വിറയലൊക്കെ ഇനി മാറ്റിവെക്കുക. പിണറായി വിജയനുമായി ബന്ധപ്പെട്ട കേസുകളിലും ഇനി ഇച്ഛാശക്തിയോടുകൂടി തീരുമാനമെടുക്കാൻ ഹൈക്കോടതിക്ക് കഴിയണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതിൻ്റെ ചില സൂചനകൾ ഉണ്ടാവുന്നത് ചാരിതാർത്ഥ്യജനകമാണ് എന്നാണ് എനിക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് പറയാനുള്ളത്.